സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം വലയുന്നു എന്ന് പറഞ്ഞു ആ പേരിലാണ് നമുക്ക് ഈ ആശുമാർക്ക് പോലും ശമ്പളം കൊടുക്കാനുള്ള ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേമ പെൻഷൻ പോലും മുടങ്ങുന്നത്. പക്ഷേ വീണ്ടും കടമെടുക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. 605 കോടി കൂടി കടമെടുക്കുകയാണ്. കടപത്രങ്ങളുടെ ലേലം ഈ മാസം 11-ന് നടക്കും. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 41,525 കോടിയിലേക്ക് എത്തുന്നു എന്നതുകൂടിയാണ്. ജനം ബ്രേക്ക് ചെയ്യുകയാണ് ഈ വാർത്ത. പ്രജിത് മോഹനൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, ഈ കടക്കെണിയിൽ വീണ്ടും വീണ്ടും സംസ്ഥാനം മുങ്ങിത്താഴുന്നു എന്ന വാർത്ത വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അനു, അങ്ങനെ തന്നെയാണ്. കടമെടുത്ത് കേരളം മുടിയുകയാണെന്ന മുന്നറിയിപ്പുകൾക്കിടയിലും സംസ്ഥാന സർക്കാർ കടം വീണ്ടും എടുത്ത് മുന്നോട്ട് പോകുന്നു. നിത്യദിന ചെലവുകൾ നടത്താൻ പോലും ഇത്തരത്തിൽ കോടികൾ കടമെടുത്ത് കേരളത്തെ കൂടുതൽ കടക്കണിയിലാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നേരത്തെ ഈ സർക്കാർ എടുക്കുന്ന കടത്തിന്റെ ഭൂരിഭാഗവും പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നത് യാഥാർത്ഥ്യം കണക്കുകൾ നിരത്തി ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 605 കോടിയുടെ കടമെടുപ്പ് വാർത്തയും കൂടി പുറത്തു വരുന്നത്. ഈ മാസം 11-ന് ഇതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കും. ഈ കുബേർ ഓൺലൈൻ സംവിധാനം വഴിയാണ് ഈ കടമെടുപ്പ് നടക്കുക. നേരത്തെ 1920 കോടി രൂപ ഫെബ്രുവരി 25-ന് സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ 605 കോടി രൂപയുടെ കടമെടുപ്പ് കൂടി വരുന്നത്. അങ്ങനെ ഈ വർഷത്തെ മൊത്തം കടമെടുപ്പ്, ഈ സാമ്പത്തിക വർഷത്തെ മൊത്തം കടമെടുപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 41,525 കോടിയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ കടമെടുത്ത് കൂട്ടിയിട്ടും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല, ഒപ്പം ആശമാരുടെ സമരം തുടരുന്നു. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനവും പദ്ധതി നടത്തിപ്പും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിൽ സംസ്ഥാനം തുടരുമ്പോഴും കടമെടുത്ത് സർക്കാർ കൂട്ടുന്നുണ്ട്. അതേസമയം ആ കടമെടുത്ത് കൂട്ടിയിട്ടും പ്രാഥമികമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇതിനിടയിലാണ് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് വീണ്ടും വീണ്ടും പണം അനുവദിക്കുകയും ബജറ്റിന് പുറത്തേക്ക് കൂടുതൽ തുക വകയിരുത്തുന്ന സമീപനവുമൊക്കെ സ്വീകരിക്കുന്നത്. അതായത് PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടി നൽകുന്നു, അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുന്നു, ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി കൂടുതൽ യാത്രാബദ്ധ നൽകുന്നു, ഒപ്പം മറ്റ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അവർക്ക് നൽകാനുള്ള യാത്രാബദ്ധ അധികമാക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അതിനുള്ള പണം അനുവദിക്കാൻ പോലും സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസം. അനു.